അപ്പോൾ നമ്മുടെ ബേസ് ലെയർ പെയിൻറ്റിങ് ഉണങ്ങിയിട്ടുണ്ട്. റോസ് യെല്ലോ ഓറഞ്ച് ഒക്കെ ആട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്. ഒരു രസമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് കാണുമ്പോൾ ഒരു രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പെയിൻറ്റിങ്ങും കൂടി കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമുക്കൊന്ന് ആദ്യം വിളിച്ച് നോക്കാം. ഓക്കെ, ആദി ആദി ആ രസമായിട്ടില്ലേ? ഇതൊക്കെ ഉണങ്ങി. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു ഭംഗി. എന്തേ വയ്യ നിനക്ക്? ആകെ ഡൗൺ ആയിട്ടിരിക്കുന്നു. ഞാൻ ഇവിടുന്ന് പോവാ. അയ്യേ, അയാളെ പേടിച്ചിട്ട് നീ? അയാളെ പേടിച്ചിട്ടൊന്നും അല്ല. പിന്നെന്താ? വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഈ സിനിമാ പരിപാടിയൊക്കെ നിർത്തിക്കും, തിരിച്ചു പോരുന്നൊക്കെ പറയും. എടാ, വീട്ടുകാരങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ. ഇത്രയും നാളും വീട്ടുകാരതൊക്കെ തന്നെയല്ലേ പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ചേട്ടനുണ്ട്, പുള്ളിയാണ് എന്നെ സിനിമയിലൊക്കെ കുറച്ച് സപ്പോർട്ടീവായിട്ട് വീട്ടില്. പുള്ളിയും പറഞ്ഞു തുടങ്ങി പുള്ളിക്കാരോട് മസ്കറ്റിൽ പോയി ജോലി വല്ലതും നോക്കാന്നൊക്കെ. എടാ, എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാരും പറയും. പക്ഷെ നമ്മുടെ ഡ്രീം അല്ലേ, നമ്മളല്ലേ പിടിച്ചു നിൽക്കേണ്ടത്. പക്ഷെ എനിക്കും മനസ്സൊക്കെ മടുത്തു തുടങ്ങിയിടും. 3 വർഷമായിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നുണ്ട്. 3 വർഷമായി നിന്നിട്ട്? അല്ല, അപ്പൊ ഈ 3 വർഷമായിട്ട് നീ ഇത്ര ഓഡിഷൻ പോയിട്ടൊരു ഓഫറും കിട്ടിയില്ല നിനക്ക്? ഓഫർ കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ ഓഡീഷനൊക്കെ പോകും. ഞാൻ ഓഡീഷന് പോയിട്ട് ചിലത് കിട്ടിയാൽ തന്നെ അത് വല്ല സൈഡ് റോളൊക്കെ ആയിരിക്കും. നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറെയൊക്കെ ഫേക്ക്. അല്ല, അപ്പൊ നിനക്ക് വല്ല കണക്ഷനും വെച്ചിട്ട് ഒരു കണക്ഷൻ ഇല്ലേ നിനക്ക്? നീ ഇപ്പൊ കൊറേ ഇതിനു വേണ്ടി നടന്നല്ലോ. അപ്പൊ എന്തെങ്കിലും, അല്ല ടാലന്റ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇന്നത്തെ കാലത്ത് ടാലന്റ് കൊണ്ട് മാത്രം പോരാ, കുറച്ച് കണക്ഷനൊക്കെ വേണം. എന്റെ കണക്ഷനൊക്കെ പുതിയ ഡയറക്ടേഴ്സാ. അവരുടെ സിറ്റുവേഷനൊക്കെ ഏകദേശം എന്റെ പോലെ തന്നെ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഈ ബ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പാവാദിക്ക് നിങ്ങളുടെ പുതിയ സിനിമയിൽ എന്തൊക്കെ പറയുന്നു? എന്നടാ ചോദിച്ചാലും എന്തെങ്കിലും കിട്ടും. ഇങ്ങനെയൊന്നും അല്ല പൂജ, ഇങ്ങനെയൊന്നും അല്ല. എടാ, ഇത് ഞാൻ കളിയാക്കാൻ വേണ്ടി ചെയ്താണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. നമ്മൾ ചോദിച്ചാലും നമുക്ക് ഏതെങ്കിലും റോള്. ഇങ്ങനെയൊന്നും ചോദിച്ചാലൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. എടാ, എന്തായാലും നീ 3 വർഷം സ്ട്രഗിൾ ചെയ്തു. ഫുഡില്ലാണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നീ കുറെ ഓഡിഷനൊക്കെ പോയി കുറെ കാര്യങ്ങൾ ചെയ്തില്ലേ? നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 3 മാസം കൂടി ഇവിടെ ഒന്ന് നിൽക്ക്. ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒന്നും കൂടി ഒന്ന് ഓഡിഷനൊക്കെ കുറച്ചും കൂടി ഓഡിഷനൊക്കെ പോയി, എന്താ പറയാ, അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ച് നീ കേപ്പബിൾ ആണെന്നൊക്കെ കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 3 മാസം കഴിഞ്ഞിട്ടും ഇതേ അവസ്ഥയാണെങ്കിലോ? എടാ, ഈ ടൈം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ നേരത്തില്ല. നിന്റെ ടൈം ചിലപ്പോൾ 3 മാസത്തിനുള്ളിലാണെങ്കിലോ? എടാ, എനിക്ക് ഉറപ്പാണ് എനിക്ക് 3 മാസത്തിനുള്ളിൽ എന്തായാലും ഒരു അടിപൊളി സാധനം കിട്ടും. ഈ 3 വർഷം സ്ട്രഗിൾ ചെയ്തതിനുള്ളൊരു റോള് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. ഞാൻ ട്രസ്റ്റ് ചെയ്യാം. ഒരു 3 മാസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം.